ഇന്ന് നമുക്ക് നോക്കാം ഈ ഒരു സമയം ആരുടെ ചിന്തകളിലാണ് നിങ്ങളുള്ളത്, അല്ലെങ്കിൽ ആരാണ് തീവ്രമായിട്ട് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നതെന്ന്. നമുക്ക് രണ്ട് കാർഡ്സ് കൂടി എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുമായിട്ട് ഒരുപാട് നാളുകളായിട്ട് ബന്ധമുള്ള ഒരു പേഴ്സണെയാണ്. ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ബാല്യകാലം മുതൽ അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ ഈ ഒരു വ്യക്തി തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരു ഹേർട്ട് പെയിൻ തന്നതായിട്ട് നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്. മാത്രമല്ല, നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് വേറെ പല കാര്യങ്ങൾക്കും ഈ വ്യക്തി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വലിയൊരു ഇമ്പോർട്ടൻസ് തരാതെ പോയിട്ടുള്ള ഒരു സാഹചര്യവും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ നിങ്ങളെ തീർച്ചയായിട്ടും അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള പഴയ ഓർമ്മകൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മടങ്ങി എത്താനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു പേഴ്സണ് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടെടുക്കണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ആ നഷ്ടപ്പെട്ടു പോയ ബന്ധം പുതുക്കാനായിട്ട് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ ആലോചിക്കുകയും നിങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക.